അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്കിന് എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ അല്ലേ. സോ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വരുന്നത് നമുക്കൊരു ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് ത്രൂ നമ്മൾ സെല് ചെയ്യുന്നതിനാണ്. കാര്യം അതിന്റെ കൊറിയർ അടക്കം, അതായത് നമ്മുടെ അതിന്റെ പാഴ്സൽ ചെയ്യുന്ന കൊറിയർ അടക്കം ഡീൽ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന മാനുഫാക്ചർ ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കോൺടാക്ട് ഉണ്ടാവും. സോ ആ കോൺടാക്ട് വെച്ചിട്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഇവരൊക്കെ യൂഷ്വലി എന്തൊക്കെ സാധനങ്ങളാണ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ അത് നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നിങ്ങളെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാര്യം നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു സെയിൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. പക്ഷെ അതിനൊപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്താലും മതിയാവും. കാര്യം ഇനിഷ്യലി വെബ്സൈറ്റ് ആവശ്യമുണ്ടെന്ന് വരുന്നില്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർജിൻ പതിയെ പതിയെ നിങ്ങളുടെ കോൺടാക്ട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരും. നിങ്ങളുടെ കോൺടാക്ട് എത്രത്തോളം വലുതാവുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ മാർജിൻ കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ബാക്കി മാർക്കറ്റിംഗ് സൈഡും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ പതിയെ അത് വൈഡർ റേഞ്ചിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള പറ്റുന്ന ഒരു ബിസിനസ്സാണ്.